ഞാൻ ഒക്ടോബർ 2022 ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ നമുക്കൊരു ഇതിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. അപ്പം ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഗ്നിവീർ സ്കീം ഒന്നും വന്നില്ല. ഫസ്റ്റ് ഞാൻ ഓടുന്നത് അഗ്നിവീർ ക്ലർക്കിൻ്റെ റാലിയാണ് ഓടുന്നത്. അപ്പോൾ അതിനെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓടിക്കയറി, ചെസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പോൾ അമ്മയും പറഞ്ഞു, എടാ കുഴപ്പമില്ല, പോട്ടെ, അഗ്നിവീർ അല്ലേ, നമുക്ക് അടുത്ത പഠിക്കാം. അപ്പോൾ സാറ് മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്നെ പഠിക്കും. അപ്പം ഇതുപോലെ എന്നയുടെ മോഡ്യൂൾസ് പഠിക്കേണ്ട വിധം ഒന്നും നമുക്കും അറിഞ്ഞതില്ല. കാരണം GD, ബാക്കി കാര്യങ്ങൾ, ബാക്കി എയർഫോഴ്സ്. അപ്പം എന്നെ ഒരു നീറ്റിൻ്റെ ഒക്കെ ഒരു ലെവലുണ്ട് എന്നയുടെ എക്സാം. ഇത്തിരി ഒരു ഡിഫിക്കൽട്ടാണ്. എന്നാലും സാറ് കുറേ ഗൈഡ് മോഡ്യൂൾസ് എല്ലാം തന്നു. പിന്നെ ഞാനും ഓൺലൈനിൽ നിന്നെല്ലാം മേടിച്ച്. ടീച്ചറും ഉണ്ടായിരുന്നു. ടീച്ചർ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ NAPTയുടെ എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഡൗട്ട് നമുക്ക് അവർ ക്ലിയർ ചെയ്ത് എന്നൊക്കെ മനസ്സിലാവാത്ത. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രൈറ്റ് ഒന്നും അല്ല അത്രയ്ക്ക്. ഞാനൊരു എബോ ആവറേജ് സ്റ്റുഡൻറ്റ്, അത്രേ ഉള്ളൂ. 16 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് രാവും പകലും ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പുറത്തായിരുന്നു എൻ്റെ ഹോസ്റ്റൽ, അവിടെ ഇരുന്നെല്ലാം പഠിക്കുമായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഗോൾസ് ജിം ഇട്ട് ഇവിടം വരെ എനിക്ക് ഓടാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ. ആദ്യം നമുക്കൊരു ഓടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം വരും. പിന്നെ നമ്മൾ ബാക്കി അത് സാറ് പറഞ്ഞു തരും, ബോളിന് ഇടണം, ബാക്കി അത് ഇടണം, മാക്സിമം ഇഞ്ചുറി വരാതെ നോക്കണം. റാലിയുടെ സമയത്തായാലും, നമ്മുടെ ആർമി കയറുന്ന ട്രെയിനിങ്ങിൻ്റെ സമയത്തായാലും, ഈ പ്രാക്ടീസിൻ്റെ സമയത്തെല്ലാം ബാക്കിയെല്ലാം നിങ്ങളുടെ കൂടെ പോവും. ഞങ്ങൾ ഒരു 5 പേര് എന്നേക്ക് സെലക്ട് ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇതെല്ലാം ഓടിക്കയറി. പിന്നെ എക്സാം വന്നപ്പം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒരുപാട് നെഗറ്റീവ് ടച്ച് ചെയ്തിട്ടില്ല, അറിയാവുന്നത് മാത്രമേ എഴുതിയുള്ളൂ. നമ്മളിപ്പം അമ്മ അച്ഛനായാലും നമുക്ക് ആ ഒരു റെസ്പെക്ട് നമുക്ക് ഇപ്പോഴും തരും. സംസാരിക്കുന്ന രീതി എല്ലാം. എൻ്റെ കാര്യത്തിൽ മാതാ പിതാ ഗുരു ദൈവം അത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അച്ഛനമ്മ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് BPT ഓടിയാലും PPT ഓടുന്ന ട്രെയിനിങ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാറിനെ വിളിച്ചു, സാർ എങ്ങനെയാണ് എങ്ങനെ. അപ്പോൾ സാറ് A to Z കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവിടെ നല്ലതായിട്ട് നിങ്ങൾ ട്രെയിനിങ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എവിടെ ട്രെയിനിങ് ചെന്നാലും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അത്രേ ഉള്ളൂ. പിന്നെ പഠിക്കുക. ഞാനും ഇതുപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് എനിക്ക് നല്ല അറിയാം. ഞാനും 2022-23 ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം ബാക്കി ഓൾഡ് സ്റ്റുഡൻസ്, കാർത്തികേടനായാലും നന്ദു വിനോദായാലും ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു അകത്തുനിന്നൊരു നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്താണ് കുറവ്, നിങ്ങൾക്ക് എന്ത് കുറവ്, ഒരു കുറവുമില്ല. എനിക്കുള്ള അതേ സാധനമാണ് നിങ്ങൾക്കും ഉള്ളത്. ഒന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഹാർഡ് വർക്കിന്റെ ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് 2026 എല്ലാവർക്കും എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു. നമസ്കാരം.